ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച ചിത്രത്തിൻ്റെ ബാക്കിയാണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യം HB പെൻസിൽ എടുത്തിട്ട് നമ്മൾ മുഖത്തിന് ഷെയ്ഡ് കൊടുക്കുകയാണ്. ഷെയ്ഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഡാർക്ക്നെസ് കൂടുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ കൂടുതൽ ഷെയ്ഡുകൾ കൊടുക്കണം. അതുപോലെ ലൈറ്റ് ഭാഗങ്ങളിൽ ഷെയ്ഡ് കുറഞ്ഞ, അതായത് ഡാർക്ക്നെസ് കുറഞ്ഞ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യണം. ആദ്യം നമ്മളൊരു ബേസിക് കോട്ട് അപ്ലൈ ചെയ്യും. ഞാനിവിടെ HB പെൻസിൽ വെച്ചിട്ടാണ് ബേസിക് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് നമ്മൾ ഈ മുഖത്തിൻ്റെ ഭാഗങ്ങളിൽ ആ മുഖത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യാം. മൂക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ ആ ഒരു ഒഴുക്ക് അനുസരിച്ച് ഷെയ്ഡ് ചെയ്ത് വരിക. താടിയുടെ താഴ്ഭാഗത്ത്, അതുപോലെ ചുണ്ടിൻ്റെ ഏരിയ, കവിളിൻ്റെ ചിരിക നുണക്കുഴിയുടെ ഒരു ഭാഗങ്ങളിലൊക്കെ ആ ഒരു മുഖത്തിൻ്റെ ആകൃതി തന്നെ ഷെയ്ഡ് ചെയ്യുക. ബേസിക് ഷെയ്ഡിന് ശേഷം നമ്മൾ സ്റ്റെമ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിത്രത്തിൽ തന്നെ കാണാൻ പറ്റും ആ ഒരു കളർ നല്ല ഭംഗിയിൽ. അതായത് നമ്മൾ പെൻസിലോട്ട് ചെയ്യുമ്പോൾ ഒരു വര പോലെ വരുന്ന വര പോലെയാണ് വരിക. അതിന് നമ്മൾ ഈ സ്റ്റെമ്പ് ഉപയോഗിച്ചിട്ട്, പേപ്പർ സ്റ്റെമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു മുഖത്തിൻ്റെ ആകൃതി, ഷേപ്പൊക്കെ നമുക്ക് ഏകദേശം റെഡിയായി വരും. നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കവളിൻ്റെയൊക്കെ ആ ഒരു ആകൃതിയുടെ രീതിയിൽ തന്നെ നമ്മളതിനെ ഷെയ്ഡ് ചെയ്തെടുക്കണം, ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ ബ്ലെൻഡിങ്ങിന് ശേഷമാണ് നമ്മൾ ഈ അധികം ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് ബാക്കി, അതായത് 4B 6B 8B പെൻസിലൊക്കെ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ചെവിയുടെ ഭാഗം കൂടി നമ്മൾ ആദ്യം ബേസിക് കോട്ടിട്ട് പിന്നെ ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. കഴുത്തിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ താടിയുടെ ഭാഗങ്ങളിൽ താഴെ ഭാഗത്തായിട്ട് നമ്മൾ ഫോട്ടോയിലൊരു ഷെയ്ഡ് വരും. അത് താടിയുടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ലൈറ്റിൻ്റെ ഷെയ്ഡ് വരും. ആ ഷെയ്ഡൊക്കെ നമ്മൾ ആദ്യം ബേസിക് കോട്ടിട്ടതിന് ശേഷം 4B 6B വെച്ചിട്ട് നമ്മളതിനെ കൂടുതൽ ഡാർക്കാക്കി എടുക്കണം. ശേഷം നമ്മൾ 2B പെൻസിൽ വെച്ചിട്ട് ഇതിൽ ഡാർക്ക്നെസ് കൂടുതലുള്ള ഭാഗങ്ങളിലൊക്കെ പെൻസിലോട് ഷെയ്ഡ് ചെയ്തെടുക്കുക. ഷെയ്ഡ് ചെയ്തതിന് ശേഷം കറൻറ്റ്ലിയുള്ള HBയും ഈ 2Bയും തമ്മിലുള്ള ഒരു ലെയറിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഡാർക്ക് ഷെയ്ഡ് വരുന്ന എല്ലാ ഭാഗങ്ങളിലും പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിന് രണ്ട് ഷെയ്ഡിന് തമ്മിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. പേപ്പറിൻ്റെ വൈറ്റ് കളറ് പൂർണ്ണമായിട്ട് ബ്ലെൻഡ് ചെയ്തോടുകൂടി ലയിച്ച് വരും. ശേഷം ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ കുറച്ചുകൂടി ഡാർക്ക്നെസ് കൂടി 6B പെൻസിലൊക്കെ വെച്ചിട്ട് ആ ഒരു ഏരിയ ഡാർക്ക് ചെയ്തെടുക്കുക. കണ്ണിൻ്റെ പോളയുടെ മേൽഭാഗവും കണ്ണിന് താഴ്ഭാഗത്ത് ആ ഒരു മടക്കെല്ലാം അതിൽ ഉൾപ്പെടും. നമുക്ക് കവിളിൻ്റെ ഷേപ്പും കണ്ണിൻ്റെ ഒരു ഷേപ്പൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട്. അതുപോലെ മൂക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഡാർക്ക് ഏരിയ ഷെയ്ഡ് ചെയ്തെടുക്കുക.
അങ്ങനെ ഓൾമോസ്റ്റ് മുഖത്തിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്തിരിക്കുന്നു. അതിനുശേഷം ചെവിയുടെ മടക്കുകൾ ഡാർക്ക് വരുന്ന ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്ത് തരിക. നമുക്ക് ആ ചെവിയുടെ ഷേപ്പ് കറക്റ്റായിട്ട് ഡാർക്ക് പോർഷൻ ഷെയ്ഡ് ചെയ്യുമ്പോൾ കിട്ടും. താടിയുടെ താഴത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഷെയ്ഡും ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡ്രസ്സാണ് ചെയ്യുന്നത്. ഡ്രസ്സ് ചെയ്യുമ്പോൾ ഡ്രസ്സിൻ്റെ ആ ഒരു ഒഴുക്കിനനുസരിച്ച് ആ ഒരു ഫ്ലോറിനനുസരിച്ച് ആ ഡയറക്ഷനിലേക്ക് നമുക്ക് ആദ്യം ലൈറ്റ് ഷെയ്ഡ് 2Bയിലോ അല്ലെങ്കിൽ HBയിലോ ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ചെയ്തതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ പെൻസിലിൻ്റെ വരകളും കാര്യങ്ങളൊക്കെ അതിൽ മാഞ്ഞു പോവും, നല്ല വൃത്തിയായിട്ട് വരും. അതിനുശേഷം നമ്മൾ 10B പെൻസിൽ എടുത്തിട്ട് നന്നായി ഷാർപ്പൻ ചെയ്യുക. ഷാർപ്പൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റ് പോയിൻ്റ് കിട്ടണമെങ്കിൽ ഷാർപ്പ് ചെയ്താലേ കിട്ടുള്ളൂ. ഷാർപ്പ് ചെയ്ത് കണ്ണ് വരയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടത് കണ്ണിൻ്റെ അകത്ത് ഈ ലൈറ്റ് അടിക്കുമ്പോൾ വരുന്നൊരു വൈറ്റ് പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് അത് ഒഴിവാക്കിയിട്ട് അതിനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കണം. ഫുള്ളായി ഡാർക്ക്നെസ് കൊടുക്കരുത്. ആ കണ്ണിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ കറക്റ്റായിട്ട് വന്നാൽ നമുക്ക് ഈ വരയ്ക്കുന്ന ചിത്രത്തിൽ കണ്ണ് ഏത് ഭാഗത്തേക്കാണ് നോക്കുന്നത് ആ ഒരു ഫീൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിന് കിട്ടുള്ളൂ. ഒരു കണ്ണിൻ്റെ രണ്ട് ആംഗിളുകളിൽ വരുന്ന ഡാർക്ക് ഏരിയ പിരിക്കാൻ വരയ്ക്കുമ്പോൾ ഒരു ബേസിക്കായിട്ടുള്ള ഒരു രീതിയിൽ വരയ്ക്കണം. ഒരു മൂക്കിൻ്റെ ഏരിയാസ് ഡാർക്ക്നെസ് വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ 10B വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പല്ലിൻ്റെ വരയ്ക്കുമ്പോൾ പല്ലിൻ്റെ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് മുകളിൽ വരുന്ന മുകളിൽ ഊന് വരുന്നില്ല, ഊനിൻ്റെ ഒരു ഏരിയ കറക്റ്റായിട്ട് വരിക. ആ ഊനിൻ്റെ ഏരിയ താഴത്തെ ആ ഒരു ഗ്യാപ്പും കറക്റ്റായിട്ട് ഡാർക്ക്നെസ് വരുമ്പോൾ പല്ല് വല്ലാതെ എടുത്ത് കാണിക്കും. എന്നാലും ആ പല്ലിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റണം. ചുണ്ട് വരയ്ക്കുമ്പോൾ എന്താ പറയുക, ഒരു സ്ഥിരം ഫോർമാറ്റ് മാറ്റിയിട്ട് ഒരു റിയലിസ്റ്റിക് ആക്കി എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം താടിയുടെ ഭാഗങ്ങളിൽ കുറച്ച് ഡാർക്ക്നെസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ ഡാർക്ക്നെസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെവി അങ്ങനെയുള്ള ഡാർക്ക്നെസ് ഏറ്റവും ടോപ്പിൽ വരുന്ന ഡാർക്ക്നെസ് 10B ആണ്. അത് വെച്ചിട്ട് 10Bയുടെ എല്ലാ ഏരിയാസും കവർ ചെയ്ത് വരിക. അപ്പോൾ താടിക്ക് ഞാൻ കുറച്ചും കൂടി ഡാർക്ക്നെസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുഖത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ വന്നപ്പോൾ താടി ഒന്നും കൂടി ഡാർക്ക്നെസ് ആവണമെന്ന് കാണുമ്പോൾ തോന്നി, അതുകൊണ്ട് ആ ഒരു ഭാഗം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ വരയ്ക്കുന്നത് ഈ അകത്ത് ബ്ലാക്ക് കളർ ബനിയനാണ് നമ്മളെ ഒറിജിനൽ പിക്ചറിലുള്ളത്. നമ്മളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡാർക്ക് ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. ആ ഒരു പോർഷൻ നമ്മൾ ബേസിക്കായിട്ട് 10B വെച്ച്
ലൈറ്റ് ചെയ്യണം. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ബനി വരയ്ക്കുമ്പോൾ ആ കഴുത്തിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു കർവ്ഡായിട്ട് ഷെയ്ഡ് ചെയ്യുക, എന്നാലേ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ശേഷം കോളറിനുള്ള ഡാർക്ക് ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബ്ലെൻഡർ വെച്ചിട്ട് ഈ ഒരു ഏരിയ മൊത്തം ബ്ലെൻഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ആ കറക്റ്റ് ബ്ലാക്ക് ഏരിയ മൊത്തം ഫില്ലായിട്ട് വരും. അതിനായിട്ട് നമ്മൾ കണ്ണിൻ്റെ ഭാഗങ്ങളിൽ കുറച്ചൊന്ന് ബ്ലെൻഡർ വെച്ചത് ഇതായി കൊടുത്തിട്ട് പുറത്തേക്ക് വന്ന വരകൾ അനാവശ്യമായ സംഭവങ്ങളൊക്കെ മാർക്ക്